ഒരു സങ്കട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ തെങ്ങ് കടപുഴകി വീണ് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. തൊഴിലുറപ്പ് ജോലിക്കിടെ വിശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അലക്സ് റാം മുഹമ്മദ് അപകടസ്ഥലത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, അതിദാരുണമായ സംഭവമാണ്. ഈ തെങ്ങിന് മുൻപ് തന്നെ കേടുപാട് ഉണ്ടായിരുന്നതാണോ? എങ്ങനെയാണ് ഈ അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നത്? പ്രവിത, കുന്നത്തുനാട് പഞ്ചായത്തിലെ ചാവടി വാർഡ് 14-ാം വാർഡാണ്. ചാവടി വാർഡിൽ കുന്നാനൂർ കോണം എന്ന് പറയുന്ന പ്രദേശത്ത് തോട്ടിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടക്കുന്നത്. ഈ തോടിന്റെ ശുചീകരണ പ്രവർത്തികൾ നടത്തുകയായിരുന്നു ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ. 48 പേർ രാവിലെ 8 മണിയോടുകൂടി അവർ ജോലിക്ക് ഇവിടെ എത്തിയതാണ്. 10 മണിയോടെ അവർ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവർ തൊഴിൽ നിർത്തി ഈ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. ഇതൊരു പാലമായിരുന്നു. തോടിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു പാലമായിരുന്നു. അതൊരു സ്ലാബ് പോലുള്ള ഒരു കോൺക്രീറ്റ് സ്ലാബ് പോലുള്ള ഒരു പാലമായിരുന്നു. ഈ പാലത്തിന് പുറത്താണ് വസന്തകുമാരി ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് മറ്റുള്ളവർ ഉഷയും അതുപോലെ പരിക്കേറ്റ സ്നേഹലതയും ചന്ദ്രികയും അടക്കമുള്ളവർ തൊട്ടടുത്തും, ബാക്കി തൊഴിലാളികൾ വിവിധ ഇടങ്ങളിലായി ഇരുന്നും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ തൊട്ട് മുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് ഈ തെങ്ങ് ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നത്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ഈ തെങ്ങിന്റെ മൂട്, അതായത് അതിന്റെ അടിഭാഗം അങ്ങേയറ്റം ദ്രവിച്ചിരിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം. തെങ്ങിന്റെ അടിഭാഗം അങ്ങേയറ്റം ദ്രവിച്ച് ഏത് നിമിഷമോ അത് നിലത്ത് വീഴാം അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ തെങ്ങിന്റെ അടിഭാഗം അത്ര കണ്ട് ദ്രവിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് ആ തെങ്ങ് അങ്ങനെ മറിഞ്ഞ് ഇതിന് പുറത്തേക്കാണ് ഈ കണ്ട ഈ കോൺക്രീറ്റ് സ്ലാബിന് പുറത്തേക്കാണ് ആ തെങ്ങ് വീണത്. ആ തെങ്ങ് മുറിച്ചു മാറ്റിയിരിക്കുന്നത് അതിനുശേഷം വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ചേർന്നാണ് അത് വിവിധ കഷ്ണങ്ങളായി മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അതിന്റെ അടിഭാഗം ഇവിടെയും കാണാം. ഈ ഭാഗം അടക്കം പരിശോധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ദ്രവിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. തൊട്ടടുത്തിരിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പാലത്തിലിരിക്കുകയായിരുന്നു വസന്തകുമാരിയുടെ തലയ്ക്ക് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത്. അതിനുശേഷം ആ പാലം പിളർന്നത്, അതായത് പാലം വിവിധ കഷ്ണങ്ങളായി തകർന്നു കിടക്കുന്നുണ്ട്. അതിനടിയിലേക്ക് അവർ വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇരിപ്പുണ്ടായിരുന്ന ചന്ദ്രികയും അതുപോലെ ഉഷ, സ്നേഹലത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ ദാരുണമായ അപകടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ വസന്തകുമാരി, ചന്ദ്രിക എന്നിവർ മരിച്ചു. 4 പേരെയും ഇവിടെ നിന്ന് തൊഴിലാളികൾ എടുത്താണ് 1 കിലോമീറ്റർ നടന്നു കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റി കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. പക്ഷേ അപ്പോഴേക്കും വസന്തകുമാരിയും ചന്ദ്രികയും മരിച്ചിരുന്നു. കാരണം അവരുടെ പരിക്ക് അത്ര കണ്ട് ഗുരുതരമായിരുന്നു. തെങ്ങ് അവരുടെ തലയിലേക്ക്, ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. മറ്റു 2 പേർ, അതിൽ ഉഷ, സ്നേഹലത എന്നിവർ ഇപ്പോഴും പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. അതിൽ ഒരാളുടെ പരിക്ക്, അതായത് കാലടക്കം 3-4 ഒടിവുണ്ട്, മുറിഞ്ഞു തൂങ്ങിപ്പോയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞത് ദാരുണമായ സംഭവമായിരുന്നു എന്ന് പറഞ്ഞത്. ഒരു പ്രദേശവാസി നമുക്കൊപ്പമുണ്ട്. ചേട്ടാ, ഈ അപകടത്തിൽപ്പെട്ടവർക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ളവരാണ്? തൊട്ടടുത്ത് അക്കരയും ഇവിടെയും ഉള്ളവരാണ്, ഈ പ്രദേശത്തുള്ളവരാണ്. ഈ മരിച്ചതിൽ ഒരാൾ അക്കരെ താമസിക്കുന്നവരാണ്. പെരുന്തറത്തല എന്ന ആ സ്ഥലത്തിന്റെ പേര്. ഒരാൾ നമ്മുടെ ഇവിടെ ഈ ഏലയിൽ തന്നെയാണ്. ഇത് ജലസ്രോതസ്സാണോ ഈ തോട്? അതെ, ജലസ്രോതസ്സാണ്. മുമ്പ് ഇത് നികത്താനൊക്കെ നിന്നു. അന്ന് ഞാൻ പരാതി കൊടുത്തു കളക്ടറേറ്റിലേക്ക്. അപ്പോൾ അതിന് കാരണം കംപ്ലീറ്റ് നെൽകൃഷിയുള്ള നമ്മുടെ ഏലയാണ്. ഈ അപകട സമയത്ത് പ്രദേശത്തുണ്ടായിരുന്നു? ഇല്ല, ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരു വിളി കേട്ട്, നമ്മുടെ കാവ അതിൻ്റെ അവിടെ വിളി കേട്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ആക്സിഡൻ്റ് ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയാണെന്ന് അറിയുന്നത്. പിന്നെ ഞാൻ ഓടിയെത്തിയപ്പോൾ 2 പേരെ കൊണ്ടുപോയി. ഈ മരിച്ച വസന്ത ഇവിടെ കിടക്കുകയായിരുന്നു. പിന്നെ ഉടനെ തന്നെ ആംബുലൻസ് വന്നു. ഞാനും കൂടെ തന്നെയാണ് സ്ട്രെച്ചറിൽ അവരെ എടുത്ത് നേരെ ഇവിടെ നിന്ന് മുകളിലോട്ട് അയച്ചു. അവിടെ ഒരു ചെറിയ വണ്ടിയേ വരുള്ളൂ, അവിടെ എത്തിച്ചു. മറ്റൊരാളെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം അവർ ചുമന്ന് അവിടെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അത് വഴിയിൽ വെച്ച് അവരെ അവിടെ കിടത്തി. പിന്നെ അവരെ നമ്മൾ അവിടെ നിന്ന് സ്ട്രെച്ചറിലെടുത്ത് വളരെ ദൂരം, ഇത്രയും ദൂരം നമ്മൾ കവർ ചെയ്താൽ കൊണ്ടുപോയി. നല്ല പരിക്കേറ്റിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് ഒടിവുണ്ടായിരുന്നു. അവരുടെ പേര് എനിക്ക് തോന്നുന്നു, ഒന്ന് ഉഷ, സ്നേഹലതയ്ക്കാണ്. ചന്ദ്രകുമാരി എന്ന് പറഞ്ഞത് അക്കരയാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയതിന് ശേഷം മരിച്ചതാണ്. ഇവർ ഇവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞു. നമ്മൾ വസന്തകുമാരി ഇവിടെ അവരുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു, കൂടെ ജോലിക്കുണ്ടായിരുന്നു. അപ്പം പുള്ളി കണ്ടപ്പോഴേ പറഞ്ഞു പോയെന്നാണ് തോന്നുന്നത് പറഞ്ഞു. നോക്കിയപ്പം തന്നെ പോയി. പിന്നെ നമ്മൾ ആരോടും പറഞ്ഞില്ല, മരിച്ചു എന്ന് പറഞ്ഞില്ല, എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഉടനെ തന്നെ സ്ട്രെച്ചർ എത്തിച്ചു. അതിൽ തന്നെ നേരെ കൊണ്ടുവന്നു. ആംബുലൻസ് അവിടെ മുകളിൽ വന്നു. അപ്പോൾ അങ്ങനെ അയച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ഈ സംഭവ സ്ഥലത്ത്, ഈ അപകട സ്ഥലത്ത് തന്നെ വസന്തകുമാരിക്ക് ജീവൻ നഷ്ടമായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതാണ്ട് 10 ദിവസത്തെ ജോലിയാണെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച തൊഴിലാളികൾ പറഞ്ഞു. ഇന്ന് 4ാമത്തെ ദിവസമാണ്. തൊഴിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. ഇതിൽ വസന്തകുമാരിയുടെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും. അതായത് കുന്നാനൂർ കോണത്ത് വീട്ടിലെത്തിച്ചതിന് ശേഷം കുന്നത്തുകാൽ ശ്മശാനത്തിൽ ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്ന് ഇതിനോടകം പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചന്ദ്രികയുടെ മകൻ
തമിഴ്നാട് തിരുനെൽവേലിയിലാണ്. അദ്ദേഹം ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തി മറ്റു ബന്ധുക്കളെയൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും സംസ്കാരത്തിന്റെ സമയം തീരുമാനിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വളരെ ദാരുണമായ സംഭവമാണ്. 4 പേർ ആണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി, 2 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുന്നു. പ്രവിത. ശരി, അലക്സ് പറഞ്ഞതുപോലെ അതിദാരുണമായ സംഭവമാണ്. തൊഴിലുറപ്പിനെത്തിയതാണ് ഈ 2 പേരും. അവർ തെങ്ങ് മറിഞ്ഞ് വീണ് മരിക്കുകയായിരുന്നു. 2 പേരുടെ നില 2 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്, 2 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.